ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇറച്ചി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാൻ, അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാൻ അതിലേക്ക് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ അതിലേക്ക് 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ അതിലേക്ക് ചപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് ഞാൻ നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അടുത്ത് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിലാണ് ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അടുത്ത് ഞാൻ സവാള വഴറ്റിയ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ റെഡി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബാക്കി വന്ന ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എനിക്കിത് 10 മിനിറ്റാണ് വേവിക്കാൻ വന്ന ടൈം. ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലിട്ട് വേവിച്ചെടുക്കുകയാണ്. പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനത്. കുറച്ച് നേരം വെച്ചാൽ മതി, വെന്തിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് അതിൻ്റെ ഒരു മുകളിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.